ക്രിക്കറ്റ് ആയിരുന്നു ഞങ്ങൾ കൂടുതൽ കളിക്കുന്നത്. പക്ഷേ ഔട്ട് ഓഫ് നോവെയർ ഒരു ഫുട്ബോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം ഈ റോമിച്ചേട്ടനാണ്. പുള്ളി ഓരോ വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴും ഫിക്സ്ചർ ലിസ്റ്റ് കൈകൊണ്ട് എഴുതി വലിയൊരു ചാർട്ട് പേപ്പറിൽ അങ്ങനെ എന്ത് ഇൻഫർമേഷൻ കിട്ടുന്നോ അതെല്ലാം ആ ഒരു സിംഗിൾ പീസ് ഓഫ് ചാർട്ടിൽ ഉണ്ടാവും. റീസെൻ്റ്ലി ഞാൻ ഔട്ട് ഓഫ് പ്യുവർ ഇൻട്രസ്റ്റ് ഒരു റീല് ചുമ്മാ ചെയ്തു. ഇപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു കടയാണ് റോമിച്ചേട്ടൻ്റെ കട. അത് വളരെയധികം വൈറലായി. ഞാൻ 90-ലാണ് ടി വി കാണാൻ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങി എഴുതുന്നേ 90 തുടങ്ങി. ഇറ്റലി കളിച്ചത് ഓസ്ട്രിയ ആയിട്ട്. അത് ഇറ്റലി ജയിച്ച് ജയം, പിന്നെ ഗോൾ സ്കോർ ചെയ്തേക്കുന്നത് ഇത്. ചെറുപ്പം ഒരു ഫുട്ബോളിന് ഇൻട്രസ്റ്റാണ്. ക്രിക്കറ്റ് അത്ര ഇഷ്ടമില്ല. ക്രിക്കറ്റ് ഇപ്പം 2020 ഇഷ്ടപ്പെട്ടു തുടങ്ങിയുണ്ട്. മറ്റേ എനിക്ക് ഫുട്ബോളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൻഡ് ഒരു ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ട് പറയാനാണെങ്കിൽ അന്ന് ഞങ്ങൾ കൂടുതലും ക്രിക്കറ്റ് ആയിരുന്നു കളിക്കുന്നത്. നമ്മുടെ എക്സ്പോഷർ കൂടുതലും ക്രിക്കറ്റ് ആയിരുന്നു. പണ്ടത്തെ 80s 90s ആ ഒരു ടീമിനെ ഫോളോ ചെയ്ത് ക്രിക്കറ്റ് ആയിരുന്നു ഞങ്ങൾ കൂടുതൽ കളിക്കുന്നത്. പക്ഷേ ഔട്ട് ഓഫ് നോവെയർ ഒരു ഫുട്ബോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം ഈ റോമിച്ചേട്ടനാണ്. ബിക്കോസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ രാജ്യങ്ങളുടെ പേരുകൾ അതെല്ലാം ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ കാണാൻ തുടങ്ങി. ചേട്ടൻ ഏത് ടീമിനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? അർജന്റീന. ചെറുപ്പം തൊട്ട് തന്നെ അർജന്റീന. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു പൊളിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടം അർജന്റീന. എല്ലാം കൊണ്ട് മെറോഡോണ ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങി ആ ടീമിനോട് തന്നെ. പുള്ളി ഓരോ വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴും ഫിക്സ്ചർ ലിസ്റ്റ് കൈകൊണ്ട് എഴുതി വലിയൊരു ചാർട്ട് പേപ്പറിൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി തൊട്ടുള്ള കാര്യങ്ങൾ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ, ഇൻക്ലൂഡിങ് കിക്ക് ഓഫിൻ്റെ ടൈം എപ്പോഴാണ്, ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാൽ കളി നടക്കുന്നത്, അങ്ങനെ എന്ത് ഇൻഫർമേഷൻ കിട്ടുന്നോ അതെല്ലാം ആ ഒരു സിംഗിൾ പീസ് ഓഫ് ചാർട്ടിൽ ഉണ്ടാവും. 50 വർഷം കട തുടങ്ങിയിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു പോണേ. സംഭവ പാർക്കുണ്ട്, അവിടെ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചേക്കെ കൊച്ചിങ്. അവിടെ വലിയ സ്ക്രീനൊക്കെ വെച്ച് ഫുട്ബോൾ കാണും. ഈ വലിയ സ്ക്രീനിൽ കാണും. എല്ലാവർക്കും അത് തന്നെ. പക്ഷെ ഈ പ്രാവശ്യം ഉറക്കം കിട്ടുന്നുള്ളതാണ് പ്രശ്നം വന്നിട്ട്. വേൾഡ് കപ്പ് വരുമ്പോഴേ ഒരു ആവേശം കൂടും. എല്ലാവർക്കും ആവേശം. എല്ലാത്തിനും ഒരു വഴിത്തിരിവായ വ്യക്തിയാണ് റോമിച്ചേട്ടൻ. ഒരു ഫുട്ബോൾ ഇൻസ്പിറേഷൻ, ഒരു ഫാൻ എങ്ങനെ ആവാം, എങ്ങനെയും ഒരു ഫാനാകാം എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. ടീമിൽ ആരെയും ഏറ്റവും ഇഷ്ടം?